21-കാരിയുടെ മൊഴികളിൽ അവ്യക്തത. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം പെൺകുട്ടിയെയും ബന്ധുക്കളെയും വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസ് ആലോചിക്കുന്നത്. ആന്തരിക രക്തസ്രാവവുമായി ബന്ധപ്പെട്ടെത്തിയ പെൺകുട്ടി പ്രസവ വിവരം ആദ്യം മറച്ചുവെച്ചെന്ന് ചെങ്ങന്നൂർ ആശുപത്രിയിലെ ഡോക്ടർ ലക്ഷ്മി പറഞ്ഞു. ഗർഭിണിയായ വിവരവും പ്രസവിച്ച വിവരവും വീട്ടുകാർക്ക് അറിയില്ല എന്നാണ് പെൺകുട്ടിയുടെ മൊഴി. കുഞ്ഞു ജനിച്ച ശേഷം വായ പൊത്തിപ്പിടിച്ചു അടുത്തുള്ള ശുചിമുറിയിൽ കൊണ്ടുപോയി, പിന്നീട് തൊട്ടടുത്ത പറമ്പിൽ ഉപേക്ഷിച്ചതായും പെൺകുട്ടിയുടെ മൊഴിയിൽ പറയുന്നു. പെൺകുട്ടി ആന്തരിക രക്തസ്രാവവുമായി ബന്ധപ്പെട്ടാണ് ചികിത്സ തേടിയത്. പ്രസവ വിവരം മറച്ചുവെച്ചെന്നും ചെങ്ങന്നൂരിൽ ചികിത്സിച്ച ഡോക്ടർ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴും ഈ കുട്ടി പറയുന്നത് ഇന്ന് രാവിലെ തുടങ്ങിയ ബ്ലീഡിംഗ് ആണ്, അല്ലാതെ വേറൊന്നും ഇല്ല എന്നാണ്. നിരന്തരമായി ചോദിച്ചിട്ടും കുട്ടി എവിടെയാണെന്നോ കുട്ടി എന്ത് ചെയ്തെന്നോ പറയുന്നുണ്ടായിരുന്നില്ല. ജീവനോടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കുട്ടിയെ രക്ഷിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് പിന്നെയും ചോദിച്ചുകൊണ്ടിരുന്നത്. ചില പ്രീത സിസ്റ്ററിനോടാണ് കുട്ടി വളരെ രഹസ്യമായി പറയുന്നത് കുഞ്ഞിനെ തൊട്ടടുത്തുള്ള പറമ്പിൽ മതിലിനോട് ചേർത്ത് പൊതിഞ്ഞു വെച്ചിരിക്കുകയാണെന്ന് പറയുന്നത്. പെൺകുട്ടിയുടെ മൊഴിയിൽ പൊരുത്തക്കേടുകളുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. പെൺകുട്ടി കുഞ്ഞിന് ജന്മം നൽകിയ വിവരം വീട്ടുകാർക്ക് അറിയാമെന്നാണ് പോലീസിന്റെ നിഗമനം. നവജാത ശിശുവിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കാനാണ് ഇലവുംതിട്ട പോലീസിന്റെ തീരുമാനം. കുട്ടിയുടെ മരണം സ്വാഭാവികമല്ലെങ്കിൽ അമ്മയ്ക്കെതിരെയും കൊലക്കുറ്റം ചുമത്തും. പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ആൺസുഹൃത്തിനെ വിളിച്ചുവരുത്തി ചോദ്യം ചെയ്യാനും പോലീസ് ആലോചിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് മെഴുവേലിയിൽ നവജാത ശിശുവിനെ പോലീസ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 24 പത്തനംതിട്ട. മലപ്പുറം തിരൂരിൽ 9 മാസം പ്രായമായ കുഞ്ഞിനെ